വാർത്തകൾ വിശദമായി നോക്കാം. റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. 1991 കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് റവാഡ. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കുറ്റവിമുക്തനാക്കപ്പെട്ടിരുന്നു. നിലവിൽ കേന്ദ്ര ക്യാബിനറ്റിലെ സുരക്ഷാ വിഭാഗം സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. 1991 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖറാണ് ഇനി മുതൽ കേരള സംസ്ഥാന പോലീസ് മേധാവി. കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ സ്പെഷ്യൽ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കേരള കേഡറിൽ ASP തലശ്ശേരിയിൽ സർവീസ് ആരംഭിച്ച റവാഡ പത്തനംതിട്ട, മലപ്പുറം, എറണാകുളം റൂറൽ, റെയിൽവേ, എറണാകുളം വിജിലൻസ് റേഞ്ച്, ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിൽ SP പ്രവർത്തിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ മിഷന്റെ ഭാഗമായി ബോസ്നിയയിലും സേവനം അനുഷ്ഠിച്ചു. വിശിഷ്ട സേവനത്തിന് 2015 രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും സ്തുത്യർഹ്യ സേവനത്തിന് 2009 ഇന്ത്യൻ പോലീസ് മെഡലും നേടിയിട്ടുണ്ട്. പോലീസ് മേധാവിയായി റവാഡയെ തെരഞ്ഞെടുത്തതിൽ CPIM-നകത്ത് തന്നെ അതൃപ്തിയുണ്ട്. അതിന്റെ കാരണമറിയാൻ 1994 നവംബർ 25 പോകണം. സഹകരണ മന്ത്രിയായിരുന്ന MV രാഘവനെതിരെ പ്രതിഷേധിച്ച DYFI പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വെടിവെക്കാൻ അന്ന് ഉത്തരവിട്ടത് കണ്ണൂർ SP ആയിരുന്ന റവാഡ ചന്ദ്രശേഖറാണ്. പോലീസ് വെടിവയ്പിൽ 5 DYFIക്കാർ കൊല്ലപ്പെടുകയും പുഷ്പൻ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് പുഷ്പൻ ധീര രക്തസാക്ഷിയായതും ചരിത്രം. കൊലക്കുറ്റം ചുമത്തപ്പെട്ടെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായിരുന്ന പോലീസുകാർക്ക് കൊല നടത്താനുള്ള വ്യക്തിവൈരാഗ്യം ഇല്ലായിരുന്നുവെന്ന് നിരീക്ഷിച്ച ഹൈക്കോടതി 2012 റവാഡയെ ഉൾപ്പെടെയുള്ള പ്രതികളെ കുറ്റവിമുക്തരാക്കുകയായിരുന്നു. എക്കാലത്തും CPIM പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്ന റവാഡ ചന്ദ്രശേഖറിനെ CPM സർക്കാരിൽ പോലീസ് മേധാവിയാക്കുന്നതിലെ വൈരുദ്ധ്യം ചോദ്യം ചെയ്താണ് P. ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിൽ മറുപടി നൽകാനില്ല എന്നായിരുന്നു റവാഡയുടെ പ്രതികരണം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.